കുളത്തൂപ്പുഴയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കുളത്തൂപ്പുഴ 16 ഏക്കർ സ്വദേശിയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ 22 വയസ്സുള്ള നിതിൻ ലോപ്പസ്, കുളത്തൂപ്പുഴ നെല്ലിമൂട് സ്വദേശിയും വിദ്യാർത്ഥിയുമായ 22 വയസ്സുള്ള ആദിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വൈകിട്ട് 6 മണിയോടെ കുളത്തൂപ്പുഴ പട്ടണത്തോട് ചേർന്നുള്ള 16 ഏക്കർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ കളിച്ചുകൊണ്ടു നിന്നവർക്ക് നേരെയാണ് അപ്രതീക്ഷിതമായി കാട്ടുപോത്ത് പാഞ്ഞെത്തിയത്. നിതിനെ നടുവിനിടിച്ചു തെറിപ്പിച്ചു, കാലിന് ചവിട്ടേറ്റു. പിന്നീട് ആദിലിന് നേരെ പാഞ്ഞെടുത്തുവെങ്കിലും ആദിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു. നിതിനെയും ആദിലിനെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. നട്ടെല്ലിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റ നിതിനെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മാറ്റാൻ പോണ്ടി ഒരാളെ ഇന്ന് വൈകിട്ട് 6:30 എൻ്റെ അനുജൻ നിതിനും കൂട്ടുകാരും കൂടെ കുളത്തൂപ്പുഴ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൻ്റെ സമീപത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് കാട്ടിൽ നിന്നും ഒരു കാട്ടുപോത്ത് അലറിക്കൊണ്ട് ഈ പയ്യന്മാരുടെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ നിതിന്, എൻ്റെ അനുജന് ഓടി മാറാൻ പറ്റിയില്ല. അവൻ്റെ നട്ടലിനും കാലിനും ഇടിച്ചു. വീണ്ടും കുത്താൻ ശ്രമിച്ചപ്പോൾ ഓടി മാറി തൊട്ടടുത്തുള്ള കൂട്ടുകാരനെയും കാലിലിടിച്ചു. എൻ്റെ അനുജന് വലിയ രീതിയിലുള്ള ഒരു പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. നിരവധി തവണ, അതായത് പല പ്രാവശ്യം ഫോറസ്റ്റുകാരോടെല്ലാം പറഞ്ഞിരുന്നു. ഫെൻസിങ്ങും ഉൾപ്പെടെ തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ പ്രദേശങ്ങളിലെല്ലാം കാട്ടുപോത്ത് ഇറങ്ങി. 10-25ഓളം കാട്ടുപോത്തുകളാണ് ആ പ്രദേശത്തും കുളത്തൂപ്പുഴയുടെ ഹൃദയഭാഗത്ത് വരെ എത്തിയത്. നിരവധി പരാതി കൊടുത്തിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പം വലിയ രീതിയിലൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തലനാരിഴയ്ക്കാണ് എൻ്റെ അനുജൻ രക്ഷപ്പെട്ടത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുന്നു. അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. കുളത്തൂപ്പുഴ 16 ഏക്കർ എന്ന് പറഞ്ഞാൽ ജനവാസ മേഖലയാണ്. മൃഗാശുപത്രി ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങളുള്ള കുളത്തൂപ്പുഴയുടെ ജംഗ്ഷൻ തന്നെയാണ്. 1 കിലോമീറ്റർ കുളത്തൂപ്പുഴയിൽ നിന്ന്. സ്കൂൾ പരിസരത്തല്ലേ ഉണ്ടായത്? ഈ സ്കൂൾ പരിസരത്ത് ഒരു പഞ്ചായത്തിന് സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ കുട്ടികൾ, അത് ഫുട്ബോളും വോളിബോളും ഒക്കെ കളിക്കുന്ന സ്റ്റേഡിയമാണ്. വൈകുന്നേരം പെൺകുട്ടികളും കുട്ടികളെല്ലാം കൂടെ 10-25 കുട്ടികളാണ് അവിടെ കളിക്കാൻ വരുന്നത്. എന്തോ ഭാഗ്യത്തിന് ആ സ്ഥലത്തേക്ക് ഓടി കാട്ടുപോത്ത് കയറിയില്ല. ഇവരെ കുത്തിയിട്ട് നേരെ കാട്ടുപോത്ത് കാട്ടിലേക്കാണ് പോയത്. ആദിലിന് പരിക്ക് ഗുരുതരമല്ല. അതേസമയം ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. വന്യജീവി ആക്രമണം രൂക്ഷമായ ഇടങ്ങളിൽ വനാവരണം പദ്ധതി പ്രഖ്യാപിച്ച ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും പ്രവൃത്തികൾ ഒച്ചിഴയും വേഗത്തിലാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇതിനെതിരെയും നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. നാട്ടുവാർത്ത, അഞ്ചൽ.